സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ആളുകൾ കാത്തിരിക്കുന്ന ആ സന്തോഷ വാർത്ത ധനമന്ത്രി അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച തന്നെ ഇതിന്റെ വിതരണ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. അടുത്തയാഴ്ച തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയായ 1600 രൂപയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. 812 കോടി രൂപയ്ക്ക് മുകളിൽ ഇതിനു വേണ്ടി വകയിരുത്തിയതായിട്ടാണ് ധനവകുപ്പ് മന്ത്രി അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായം തന്നെയാണിത്. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾ, ഇതിൽ തന്നെ 52 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരാണ്. ബാക്കി ശേഷിക്കുന്നവരെല്ലാം ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവരുമാണ്. എല്ലാവർക്കും തന്നെ ധനസഹായം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇതിൽ 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുക. ഇനി ഇതുകൂടാതെ കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവരുമുണ്ട്. അവരുടെ കൈകളിൽ ധനസഹായം സുരക്ഷിതമായി തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. 4800 രൂപയോളമാണ് പെൻഷൻ കുടിശ്ശികയുള്ളത്. ഇത് ഏപ്രിൽ മാസം മുതലാണ് വിതരണം ആരംഭിക്കുക. ഏപ്രിൽ മുതൽ സർക്കാർ സമയം, അതായത് സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഫണ്ട് ഉള്ള സമയം നോക്കിയായിരിക്കും ഇതിന്റെ വിതരണം നിർവഹിക്കുക. ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഈ മാസത്തെ തുകയായ 1600 രൂപ മാത്രമാണ്. ഇനി എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കാനുണ്ട് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ സമർപ്പിക്കേണ്ടതാണ്. അതായത് സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇപ്പോൾ രേഖകൾ സമർപ്പിക്കേണ്ടത്. വിധവാ പെൻഷൻ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വന്നിരുന്നത്. ഒരു മാസം 28-ന് മുമ്പായി ഈ രേഖകൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കണമെന്നും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഇത് കൃത്യമായി സേവനയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നുമാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇനി ആരെങ്കിലും രേഖകൾ സമർപ്പിക്കാനുണ്ട് എങ്കിൽ അത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം മാർച്ച് മാസം മുതൽ ആനുകൂല്യം തടസ്സപ്പെടുന്നതാണ്. പിന്നീട് എന്നാണോ ഗുണഭോക്താവ് രേഖകൾ സമർപ്പിക്കുന്നത് അതിനുശേഷം മാത്രമേ ആനുകൂല്യം ലഭ്യമാകുകയുള്ളൂ. ഇനി ബാക്കിയുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം, അതായത് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ, ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യം വാങ്ങുന്നവർ, ഇവർക്കെല്ലാവർക്കും തന്നെ ഒരു തടസ്സവുമില്ലാതെ ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അല്ലാത്തവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ തുക കൈപ്പറ്റുന്ന 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്കുള്ള കേന്ദ്ര വിഹിതം ഇപ്രാവശ്യവും സെപ്പറേറ്റ് ആണ് വിതരണം ചെയ്യുക. ഇനി തുടർന്ന് അങ്ങോട്ടും ഇതേ രീതിയിൽ തന്നെയായിരിക്കും. തുടർച്ചയായി കേന്ദ്രവിഹിതം മുടങ്ങുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായി ഒന്ന് പരിശോധിക്കുക. അത് ആധാർ ബാങ്ക് അക്കൗണ്ട് മൂലമുള്ള പിഴവുകൾ കൊണ്ടാകാം. ബാങ്ക് അക്കൗണ്ടിന്റെ പ്രതിസന്ധിയിൽ നിന്നും വരുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ തുക വൈകുന്നത്. അങ്ങനെയുള്ളവർ അത് പരിഹരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ DBT സെല്ലിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. തടസ്സപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലഭ്യമാകുമെന്നുള്ള അറിയിപ്പുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്.